Then moving on to the next one, that is the tunnels. Underground routes or passages driven through the ground without disturbing the overlying rock or soil cover. അതായത് നമ്മൾ അണ്ടർഗ്രൗണ്ട് കൂടെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പാസേജ് ആണ്. അപ്പം മുകളിലുള്ള ഭാഗങ്ങൾക്കൊന്നും ഒരു ഹാം സംഭവിക്കാതെ വേണം അത് ഡെവലപ്പ് ചെയ്യാൻ. So some of the cases, traffic tunnels to divert the traffic load to subsurface route, then hydropower tunnels for hydropower generation driven through rocks for conveying water under gravity. Then public utility tunnels is underground excavation for disposal of urban waste, carrying pipes, cable, oil, etc. അപ്പോൾ പല പർപ്പസ് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ട്രാഫിക്കും ഹൈഡ്രോ പവറും അതുപോലെ പബ്ലിക്, അങ്ങനെ പല കേസസിന് നമ്മൾ ഈ പറയുന്ന ടണൽസ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ജിയോളജിക്കലി നമുക്കതിനെ എങ്ങനെയൊക്കെ പറയാൻ സാധിക്കും എന്നുള്ള കാര്യം കാണാം. ദ സെലക്ഷൻ ഓഫ് ടണൽ റൂട്ട്, അലൈൻമെൻറ്റ് ഹാവിങ് ലീസ്റ്റ് ജിയോളജിക്കൽ നെഗറ്റീവ് ഫാക്ടേഴ്സ്. അതായത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ് ഈ പറയുന്ന ടണൽ കൺസ്ട്രക്ഷൻ്റെ കേസിൽ. അതായത് ടണൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന മുകളിലുള്ള ലെയേഴ്സോ അല്ലെങ്കിൽ റോക്ക് സർഫസോ ഒന്നും സംഭവിക്കരുത്. കാരണം ഈ പറയുന്ന ടണൽ കൺസ്ട്രക്ഷന് പറ്റുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ നമ്മൾ ആ പറയുന്ന ഒരു പ്ലേസിൽ ചെയ്തു കഴിഞ്ഞാൽ മൊത്തമായ ഏരിയനെ ബാധിക്കും. Selection of excavation method depends on the type of rocks, nature of rocks and the ground all along. Alignment should be known. അപ്പം അവിടുത്തെ ഈ പറയുന്ന എക്സ്കവേഷൻ മെത്തേഡ് നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം, റോക്കിൻ്റെ നേച്ചർ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം എക്സ്കവേഷൻ മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്യാൻ. ദെൻ സെലക്ഷൻ ഓഫ് ഡിസൈൻ ഫോർ ദ ടണൽ. Dimensions and design parameters depend on the geological condition of the area and alignment. D-shape, horseshoe, ഈ പറയുന്ന ഡിസൈൻ പാറ്റേൺസസ് ആണ് അടുത്ത് ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ദെൻ അസസ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ആൻഡ് സ്റ്റെബിലിറ്റി. കോസ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ ജിയോളജിക്കൽ ഡീറ്റെയിൽസസ്. ടണൽസ് ത്രൂ ഹാർഡ് ആൻഡ് മാസീവ് റോക്സ് സ്റ്റേബിൾ ഈവൻ ഇഫ് അൺസപ്പോർട്ടഡ്. ത്രൂ ഡിഫിക്കൽട്ട് ഗ്രൗണ്ട്സ് ഈവൻ ഇഫ് സപ്പോർട്ടഡ് മൈറ്റ് കൊളാപ്സസ്. ഇപ്പോൾ എത്രത്തോളം കോസ്റ്റും അതുപോലെ സ്റ്റെബിലിറ്റി കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. അസസ്മെൻറ്റ് ഓഫ് എൻവിയോൺമെൻറ്റൽ ഹസാർഡ്സ്. ടണലിംഗ് ഇൻവോൾവ്സ് ഡിസ്റ്റർബിങ് ദ എൻവിയോൺമെൻറ്റ്. അതുപോലെ തന്നെ ഈ പറയുന്ന എൻവിയോൺമെൻറ്റലിന് പൊല്യൂഷൻ വരത്തക്ക രീതിയിൽ ചെയ്യരുത്. ഓക്കെ, ദെൻ ദ മെത്തേഡ്സ്, നെക്സ്റ്റ് വൺ മെത്തേഡ്സ്. ടണൽ പ്രൊജക്ട്സ് ആർ ഡിഫറെൻറ്റ് ഫ്രം അതർ സിവിൽ എഞ്ചിനീയറിംഗ് പ്രൊജക്ട്സ്. ഡീറ്റെയിൽസ് ഒബ്റ്റെയിൻഡ് 3 stages. പ്രിലിമിനറി സർവേ, അതായത് നമ്മളെ ടണൽ കൺസ്ട്രക്ഷൻ്റെ പ്രൊസീജിയേഴ്സിലേക്ക് പോവുകയാണ്. First one is preliminary survey. The general topography of the area, highest and lowest points, valleys, depression, slopes. ടോപ്പോഗ്രഫി ആ പറയുന്ന ഏത് കേസ്, ഇപ്പോൾ ഡാമും റിസർവോയർ ആയ കേസിൽ നമ്മൾ ഈ അതേ പ്രോസസ്സിലൂടെ തന്നെയാണ് പോയത്. അപ്പം ടോപ്പോഗ്രഫി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ലിത്തോളജി ഓഫ് ദ ഏരിയ, കോമ്പോസിഷൻ, ആറ്റിറ്റ്യൂഡ്, തിക്നെസ് ഓഫ് റോക്ക് ഫോർമേഷൻ. ദെൻ ഹൈഡ്രോളജിക്കൽ കണ്ടീഷൻസ്, depth of water table, occurrence of aquifers, then structural conditions of rock, extent and attitude of structural features. Then reveals the occurrence of reserve of rocks that could be beneficially used for construction program. Modern practice of surveys involve techniques such as aerial photography and seismic methods along with the routine surface methods. അതായത് നമ്മൾ ഇനീഷ്യൽ പ്രോസസ്സാണ് പറഞ്ഞ സർവേ ആ പർട്ടിക്കുലർ റീജിയനെ അതിൻ്റെ ടോപ്പോഗ്രഫി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ദെൻ ലിത്തോളജി, ഹൈഡ്രോളജിക്കലി എങ്ങനെയാണ് അവിടുത്തെ വാട്ടർ ടേബിളിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്, അതുപോലെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ്, ഫോൾട്ട്, ജോയിൻറ്റ് അത് എത്രത്തോളമാണ് വരുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് യൂസ് ചെയ്യുന്ന ഏരിയൽ ഫോട്ടോഗ്രഫി അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്കിതിനെ ഈ പറയുന്ന ഏരിയനെ നമുക്ക് സർവേ ചെയ്തെടുക്കാവുന്നതാണ്. ദെൻ ഡീറ്റെയിൽഡ് സർവേ. ഇറ്റ് റിക്വയേഴ്സ് ഫെയർലി ആക്യുറേറ്റ് ഡേറ്റ അബൌട്ട് റോക്സസ് ആൻഡ് ഗ്രൗണ്ട്. ബോർഹോൾ ഡ്രില്ലിംഗ് എലോങ് propose the alignments and up to desired depths. Number of boreholes depend upon the length of the tunnel. Rock samples from boreholes analyzed for mechanical and geochemical properties. Then drilling exploratory shaft allows direct approach to the desired tunnel for visual inspection. Driving pilot tunnels, exploratory tunnels can be better used as a main route if found suitable. അപ്പോൾ നമുക്ക് ഈ പറയുന്ന റോക്സിനെ പറ്റിയുള്ള വളരെ ഡീറ്റെയിൽസ് അറിഞ്ഞാലാണ് ഡീറ്റെയിൽഡ് സർവേക്കിൽ പോകാൻ പറ്റുന്നത്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന പല രീതിയിൽ ബോർഹോൾ ഡ്രില്ലിംഗ് ഉണ്ട്. അപ്പം അതിൻ്റെ പർപ്പസ് കാര്യങ്ങൾ എത്രത്തോളം ഡെപ്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നു, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ നമുക്ക് ഡീറ്റെയിൽഡ് സർവേ കിട്ടുന്നതായിരിക്കും. ദെൻ ലിത്തോളജി. ഹാർഡ് ആൻഡ് ക്രിസ്റ്റലൈൻ റോക്സസ് ആർ ദ ബെസ്റ്റ് ഫോർ ടണലിംഗ്. നേച്ചറാണ് പറയുന്നത് ടണലിങ്ങിന് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ബെസ്റ്റ്
ഇതാണ് പറഞ്ഞിരിക്കുന്നത്, എക്സ്കവേറ്റഡ് യൂസിങ് ബ്ലാസ്റ്റിംഗ് മെത്തേഡ്സ് ആൻഡ് ടണൽ ബോറിംഗ് മെഷീൻസ്. ആ പറയുന്ന ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണം, ആ ഹോൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പം അതിന് നമുക്ക് എക്സ്കവേഷൻ ചെയ്യാവുന്ന റോക്ക് ബ്ലാസ്റ്റിംഗ് മെത്തേഡ്സോ ടണൽ ബോറിംഗ് മെഷീൻസ് വെച്ച് നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ വെൻ റോക്സസ് ആർ സ്ട്രെസ്ഡ് ടണലിംഗ് ഇസ് ഹസാർഡസ്. ഈ പറയുന്ന നേച്ചർ, ഈ റോക്സിൻ്റെ നേച്ചർ, ഈ പറയുന്ന നമ്മൾ ഫോൾട്ട് ഫ്രാക്ചർ അങ്ങനത്തെ ആ നേച്ചറൊക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ ടണലിങ് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. റോക്ക് ബേസ്റ്റ്സ്, ഫോളിംഗ് ഓഫ് ബിഗ് റോക്ക് ബ്ലോക്സ് ഡ്യൂ ടു റിലീസ് ഓഫ് സ്ട്രെസ്. അപ്പോൾ അങ്ങനെയുള്ളൊരു നേച്ചർ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ ഇച്ചിരി കൂടെ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. ദെൻ സോഫ്റ്റ് റോക്സസ് ഹാസ് ലോ കോസ്റ്റ് ദാൻ ഹാർഡ് റോക്സസ്, നോട്ട് സെൽഫ് സപ്പോർട്ടിംഗ് ആൻഡ് നീഡ്സ് ലൈനിങ് റിസൾട്ടിംഗ് ഇൻ എക്സ്ട്രാ കോസ്റ്റ് ആൻഡ് ടൈം. ക്ലേ, ഷെയിൽ and sandstone. Some examples is fixed rock, hard and soft rock has been deformed extensively due to secondary fracturing. Tunneling is hazardous, safe design and careful execution has to be carried out. അപ്പം ഈ പറയുന്ന റോക്സിൻ്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ ഫിക്സ്ഡ് റോക്സിൻ്റെ കേസ് ആണെങ്കിൽ നമ്മൾ അതിനെ ഒന്നുകൂടി ഒന്ന് സ്റ്റഡി ഔട്ട് ചെയ്തിട്ട് വേണം വർക്കൗട്ട് ചെയ്യാൻ. സേഫ് ഡിസൈനും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ട് വേണം ഈ ടണലിങ്ങിൻ്റെ പ്രോസസ്സിലേക്ക് കടക്കാനായിട്ട്. ജിയോളജിക്കൽ സ്ട്രക്ചർ, dip and strike determines the attitude of rocks, influence the design of tunnel excavation. Then horizontal strata, rare for longer tunnels, favor for small tunnels and short length of long tunnels. Thick layers can act as natural beams and can resist the excavation. Thin or fractured layers roof has to be modified into arch or protected by lining. അപ്പം ഒരു സേഫ് സിറ്റുവേഷനും കാര്യങ്ങളുമാണ്. അതുപോലെ അൺസേഫ് അറ്റ് ടോപ്പ്. ഈ പറയുന്ന ലെയേഴ്സിൻ്റെ കേസാണ്. നമ്മൾ ടണൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആ ലെയർ കാര്യങ്ങൾ എങ്ങനെയാണ് വരേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഡിപ്പ് ആൻഡ് സ്ട്രൈക്ക്, അതിൻ്റെ മീൻസ് അവിടുത്തെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് വരേണ്ടത്. അപ്പം അതെല്ലാം ഈ പറയുന്ന ടണലിൻ്റെ ഡിസൈന് അതുപോലെ തന്നെ അതിൻ്റെ എക്സ്കവേഷൻ എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദെൻ മോഡറേറ്റ്ലി ഇൻക്ലൈൻഡ് സ്ട്രാറ്റ, ലെയേഴ്സ് ഡിപ്പിംഗ് അറ്റ് ആൻ ആംഗിൾ അപ് ടു 45 ഡിഗ്രി. ഒരു സെക്കൻഡ് സ്റ്റേജാണ് പറഞ്ഞിരിക്കുന്നത്. സ്ട്രാറ്റ കാര്യങ്ങൾ അല്ലെങ്കിൽ ലെയേഴ്സ് കാര്യങ്ങൾ ഒരു 45 ഡിഗ്രി ഇൻക്ലിനേഷൻ വന്നു കഴിഞ്ഞാൽ ഉള്ളൊരു കേസാണ് പറഞ്ഞിരിക്കുന്നത്. ടണൽസ് ആക്സിസ് പാരലൽ ടു ഡിപ്പ് ഓഫ് ലെയേഴ്സ് ആൻഡ് സ്ട്രൈക്ക് ഓഫ് ലെയേഴ്സ് കാര്യങ്ങൾ ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡിപ്പ് ഓഫ് ലെയേഴ്സസും അതുപോലെ തന്നെ സ്ട്രൈക്ക് ഓഫ് ലെയേഴ്സസും. ദ ടണൽ ആക്സിസ് പാരലൽ ടു ഡിപ്പ് ഓഫേഴ്സ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓൺ എക്സ്കവേഷൻ, ആർച്ച് ആക്ഷൻ ഓഫ് റൂഫ് റോക്സസ്. Then tunnel axis parallel to strike, pressure to the exposed layers is unsymmetrical. And the next one is tunnel axis inclined to dip and strike, weak points of both above situations occur. അപ്പം ടണൽ ആക്സിസ് ഈ പറയുന്ന ഡിപ്പിന് പാരലായിട്ടും അതുപോലെ സ്ട്രൈക്കിന് പാരലായിട്ടും അല്ലെങ്കിൽ ഇൻക്ലൈൻ ടു ഡിപ്പ് ആൻഡ് സ്ട്രൈക്ക്. അപ്പം ആ ഒരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുമ്പം ഈ പറയുന്ന ലെയർ എങ്ങനെയാണ് എക്സ്പോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലെയർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ഓക്കെ, അതിൻ്റെ ഒരു ഫീച്ചർ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ സ്റ്റീപ്ലി ഇൻക്ലൈൻഡ് കേസ് ആണെങ്കിൽ ലെയറിംഗ് ഡിപ്പിംഗ് അറ്റ് ആൻ ആംഗിൾസ് എബോവ് 45. നമ്മൾ നേരത്തെ കണ്ടത് അപ് ടു 45 ഡിഗ്രി ആയിരുന്നു. ഇനി 45 ഡിഗ്രി കൂടുതലായിട്ടാണ് ലെയേഴ്സ് വരുന്നതെങ്കിൽ ടണൽ ആക്സിസ് പാരലൽ ടു ഡിപ്പ് വെർട്ടിക്കൽ റോക്സ് ഫേവറബിൾ കണ്ടീഷനാണ്. ദെൻ ടണൽ ആക്സിസ് പാരലൽ സ്ട്രൈക്ക്, ബീം ആക്ഷൻ ആർച്ച് വീക്കുണ്ട്. അപ്പം കണ്ടീഷൻസ് ആണ്. ടണലിൻ്റെ ആക്സിസും സ്ട്രൈക്കും പാരലാവുന്നൊരവസ്ഥയിൽ അവിടുത്തെ ഒരു ആർച്ചിൻ്റെ നേച്ചർ കാര്യങ്ങൾ വീക്ക് ആവുന്നു എന്നുള്ള ഒരു കേസാണ് വരുന്നത്. ദെൻ ഫോൾട്ട് signifies strain energy stored in rockses. Folding results in encounter unexpected rockses in any given direction. Folding introduces peculiar rock pressure. Folded rocks are ideal aquifers which are undesigned tunneling situation. അപ്പോൾ ഫോൾഡിൻ്റെ ഒരു കേസാണ് പറഞ്ഞത്, എത്രത്തോളം സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഔട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു കേസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. Then faulting potential surface for future movement of rockses. Highly permeable zone complicates the computation of rock pressure and rock strength. Tunnels intersecting fault plane and shear zones are considered unsafe, hence designed with the proper support and a drainage facility. അപ്പോൾ അതുപോലെ തന്നെ ഫോൾട്ടിങ്ങിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാലും എങ്ങനെയാണ് വരുന്നത്, ഫ്രാക്ചേഴ്സ് കാര്യങ്ങളുണ്ടോ, ആ ഒരു കേസസ് കാര്യങ്ങൾ നമ്മൾ നോട്ട് ഡൗൺ ചെയ്യണം. ടണൽ ഇൻ്റർസെക്റ്റിംഗ് ഫോൾട്ട് പ്ലെയിൻ ആൻഡ് ഷിയർ സോൺസ് ആർ കൺസിഡേർഡ് അൺസേഫ്. അപ്പം ഇങ്ങനെ ഒരു കേസ് ഡെവലപ്പ് ചെയ്യും. ഫോൾട്ട് പ്ലെയിനും ഈ പറയുന്ന ഷിയർ സോൺസിനകത്തും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ടണൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു റീജിയനിലേക്ക് വരുവാണെങ്കിൽ അത് അൺസേഫ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ പ്രോപ്പർ സപ്പോർട്ടും ഡ്രെയിനേജ് ഫെസിലിറ്റീസും വെച്ച് പ്രൊവൈഡ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ ജോയിൻറ്റ്സ് മേ become reactive and open up in the immediately vicinity of tunnel excavation, cannot be considered self-supporting. Problems due to jointing can be rectified by grouting or lining of tunnels. അപ്പം
ജോയിൻറ്റിങ് മൂലം ജോയിൻസസ് മൂലം ഡെവലപ്പ് ചെയ്യുന്ന പ്രോബ്ലംസ് കാര്യങ്ങൾ നമ്മൾ അതിനെ റെക്ടിഫൈ ചെയ്യുക അല്ലെങ്കിൽ റിസോൾവ് ചെയ്യാമെന്ന് വെച്ചാൽ ഗ്രൗട്ടിങ് അല്ലെങ്കിൽ ലൈനിങ് വെച്ചായിട്ടായിരിക്കും നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നത്. ദെൻ ഗ്രൗണ്ട് വാട്ടർ കണ്ടീഷൻസ് erodes and corrodes the subspital constitutes from rocks and changes the properties, affects the rock strength parameters. അപ്പോൾ ഗ്രൗണ്ട് വാട്ടറിൻ്റെ കേസ് വാട്ടർ ടേബിളിൻ്റെ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ അത് നോക്കേണ്ടത്. ടണൽ ആക്സിസ് മേ ബി പാസിംഗ് എൻറ്റയർലി ത്രൂ ഇംപെർവേസീവ് ഫോർമേഷൻ, നോ വാട്ടർ സീപ്പേജ്. അപ്പോൾ ദാറ്റ് ഇസ് ദ ഐഡിയൽ സ്റ്റേജ്. ദെൻ ആക്സിസ് ലൊക്കേറ്റഡ് എബോവ് വാട്ടർ ടേബിൾ ആണെങ്കിൽ കോമൺ സിറ്റുവേഷൻ ഈറ്റ് സ്പെഷ്യൽ ഡ്രെയിനേജ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. ആക്സിസ് ലൊക്കേറ്റഡ് ബിലോ വാട്ടർ ടേബിൾ ഷുഡ് ബി അവോയ്ഡഡ്. വാട്ടർ ടേബിളിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ടണൽ കൺസ്ട്രക്ഷൻ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്നത്, അത് വെച്ചിട്ട് വേണം നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ കണ്ടീഷൻസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന റിസർവോയറും ഡാമിൻ്റെ എല്ലാം കേസിലും ഈ പറയുന്ന കേസസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ വി ഡിസ്കസ്ഡ് അബൌട്ട് ദ ജിയോളജിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ജിയോളജിക്കൽ കണ്ടീഷൻസ്. ഒരു സൈറ്റിന് ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ ആയാലും റിസർവോയറിൻ്റെ കൺസ്ട്രക്ഷൻ ആയാലും ഈ പറയുന്ന ടണലിൻ്റെ കൺസ്ട്രക്ഷൻ ആയാലും എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാമാണ് നമ്മൾ സ്റ്റഡി ചെയ്തത്. ഈ പറഞ്ഞിരിക്കുന്ന ഓരോ പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു പോർഷനുമാണ് ഈ പറയുന്ന ജിയോളജിക്കൽ കൺസിഡറേഷൻ ഓഫ് ഈച്ച് പോയിൻറ്റ്സ്, ദാറ്റ് ഈസ് ഡാം, റിസർവോയേഴ്സ് ആൻഡ് ടണൽസ് ഓൾസോ. Okay, so I hope the section clear, and with this we bind today's section.